അപ്പം ശരിക്കും കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്. പക്ഷെ ഇതിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ട. രാവിലെ നല്ല അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കുവാണെങ്കിൽ പൊള്ളിയാണ്, പൊള്ളി ഐറ്റമാണ്. ഹായ്, പാത്തൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിവിടെ കുറച്ച് നെയ്മീൻ്റെ തലയും വാലും പോർഷനില്ലേ, അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ നടുപോർഷനൊക്കെ നമ്മൾ വേറെ വേറെ ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി, തലയും വാലും അപ്പോൾ അത് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, നെയ്മീനായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ല അടിപൊളി മസാല സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഓൾറെഡി ഞാൻ ചെറിയ കുഞ്ഞ് 2 പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പുളി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ, അതുപോലെ മല്ലിയും മുളകും ഒന്ന് ചൂടാക്കി. ഈ 2 പണി ഞാൻ ചെയ്തു വെച്ചു. ഈ ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അരയ്ക്കണം. നമ്മളിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തേങ്ങ അരയ്ക്കാം. അപ്പോൾ ഈ തേങ്ങ അരയ്ക്കുന്നതിൽ നമ്മൾ എന്താ ഇടാൻ വേണ്ടി പോകണമെന്നറിയോ? പെരിഞ്ജീരകം. പെരിഞ്ജീരകം, വലിയ ജീരകം എന്നൊക്കെ പറഞ്ഞത്, അത് 1 സ്പൂൺ ഇടുന്നുണ്ടേ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ തേങ്ങയും പെരിഞ്ജീരകവും കൂടെ അരച്ചെടുത്തത് നല്ല സ്മെല്ലുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളാക്കി ഒരു 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഉള്ളി, ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം പെട്ടെന്നായിരിക്കേ. ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ, അതിടാൻ പോവാണ്. വെച്ച് അരപ്പിടാൻ വേണ്ടി പോവാണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ വെള്ളമൊക്കെ ആവാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിടും. പച്ചമുളക് നമ്മളിതിനെ കീറിയിടും. പച്ചമുളക് ഇതാ 2ആയിട്ട് കീറിയിടുന്നു. ഇനി വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാം. ഇപ്പം ചതച്ച വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ അതിട്ടിട്ടുണ്ട്. ഓക്കെ, ചതച്ച ഇഞ്ചി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണേ. ഒരു 2-3 ഉള്ളി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് വറുത്തിടാൻ വേണ്ടി. ഇടിക്കട്ടെ, അതൊക്കെ ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ടാൽ മതി. ചെറിയ ഉള്ളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പട്ടപ്പട്ടയിൽ ഉണ്ടാക്കേണ്ട കറികളൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ നെയ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിച്ച് മീനല്ലേ, അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് റിച്ചായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. എന്നാലും എളുപ്പപ്പണി ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ. നമുക്ക് ആക്ച്വലി ഒരു കോഴിക്കോടുകാരിയുടെ റെസിപ്പിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി. ഇതെല്ലാമായി. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് മീനുകൾ പെറുക്കിയിടാം, കഴുകി വെച്ച മീനുകൾ. അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, മീനിടാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ മാങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. അതേപോലെ തക്കാളി ഇട്ട് വയ്ക്കാം. പിന്നെ എന്താ, വാളംപുളി ഇല്ലേ, വാളംപുളി പിഴിഞ്ഞും ഈ കറി വയ്ക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പുളി എന്താണോ ആ പുളി ഇടുന്നതായിരിക്കും അടിപൊളി. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിച്ച് ടേസ്റ്റാവും. വാളംപുളി ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് വാളംപുളി വെച്ച് ഇട്ട് വയ്ക്കുന്ന കറികൾ വലിയ താല്പര്യം ഇച്ചിരി കുറവാണ്. പ്രത്യേകിച്ച് മീൻ കറിയിലൊക്കെ വാളംപുളി ഇടുന്നത് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടംപുളി ഇട്ടത്. മാങ്ങ ഉണ്ടായിരുന്നില്ല അല്ലേ, ഞാൻ മാങ്ങ ഇട്ടാൻ. തക്കാളി വിടാം, കുഴപ്പമില്ല. ഇനി ഇത് തന്നെ തിരുവനന്തപുരംകാരും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താ പറയുക, തക്കാളി മുരിങ്ങാക്കോലും ഒക്കെ ഇടും. വേറെ വൈബവും വേറെ ടേസ്റ്റും. നമുക്ക് എന്തായാലും മീൻ എടുത്തിടാം അതിനകത്തേക്ക്. മീൻ എല്ലാം അതിൻ്റെ അകത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മീൻ വേകുന്ന വരെ നമുക്കൊന്ന് വെക്കാം.
നന്നായിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് വെന്തായാലും മസാലയൊക്കെ പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറുത്തിടാം. ഞാൻ നേരത്തെ താമസിച്ച സ്ഥലങ്ങളൊക്കെ എന്താ പറയുക, പനമ്പുഴനാറാണെന്നുണ്ടെങ്കിലും കലൂരാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ഫ്രഷ് മീൻ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലായിരുന്നു. പക്ഷെ ഇവിടെ പെരുമ്പാവൂർ അത്ര ഫ്രഷ് മീൻ കിട്ടൽ കുറച്ച് കുറവാണ് ശരിക്കും പറഞ്ഞു. ഇവിടുത്തെ മീൻ എനിക്ക് ഇവിടുത്തെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ തൃപ്തിയൊന്നുമില്ല. പിന്നെ വളരെ ചില കടകളിൽ മാത്രം അത് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെയൊക്കെ നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല മീൻ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാപ്പുഴ പോവുക, അല്ലെങ്കിൽ ചമ്പക്കരയിൽ പോയിട്ടൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് നമ്മൾ വരാപ്പുഴയിൽ പോയി എടുത്തതാണ്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നാലും മീനിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കുന്നവരെ നമുക്ക് കുറച്ച് നേരം കൂടെ അങ്ങനെ വയ്ക്കാം. എന്നിട്ടിത് താളിച്ചിടുക പറയില്ലേ, വറുത്തിടുകയെന്ന് പറയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വറുത്തിടണം, മീനിലേക്ക് കറിയിലേക്ക് വറുത്തിടാനുണ്ട്. നമുക്ക് വറുത്തിടാൻ വേണ്ടി ഉള്ളി ഒന്ന് 4ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഉലുവയും ഇട്ടിട്ടാണ് നമ്മൾ വറുത്തിടുന്നത് കേട്ടോ. ഈ കറിയിൽ നമുക്ക് കടുകിടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളുടെ നെയ്മീനായതുകൊണ്ട് തന്നെ, കിങ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് റിച്ചായ കറിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് എണ്ണയിലൊക്കെ പൊടിച്ചിടാം. ഈ ഏലക്ക ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ടേ ഈ തോല് കളഞ്ഞിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ശരിക്കും കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്. പക്ഷെ ഇതിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ട, കാരണം തോലൊക്കെ കിടന്നാലേ അറിയുള്ളൂ. ടേസ്റ്റ് പിടിക്കുന്ന മനുഷ്യന്മാർക്ക് അതൊക്കെ മനസ്സിലാവട്ടെ, അത് വേറെ കാര്യം. കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. തീ അങ്ങോട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും. ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. ഇനി ആ ഉള്ളി അങ്ങോട്ട് ഇടാം. ഇച്ചിരി മല്ലിയിലയും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു മലബാർ ടേസ്റ്റ് കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിയിലയും കൂടെ കിട്ടിയിടാം. ആഹാ, അടിപൊളി. ഇപ്പോൾ നമ്മുടെ വറുത്ത ഐറ്റംസൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അടിപൊളിയായിട്ടില്ലേ, കാണാൻ തന്നെ ഇത് ഭംഗിയല്ലേ, ഇപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നില്ലേ, അതാണ്. പക്ഷെ ഇതങ്ങനെ വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പൊളിയാണ്. എന്നിട്ടും ഇതങ്ങിട്ടേക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ണ്ട് കേട്ടോ. കറിയുടെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഏകദേശം അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന അത്രയും എന്താ പറയുക ടേസ്റ്റോടുകൂടി സാധനങ്ങൾ നിരീക്ഷിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ അത് മനസ്സിലാവും. നല്ല സ്വയംഭൻ കറി. ആഹാ, നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ഈസി റെസിപ്പീസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ചെയ്യണം. അതൊരു കാര്യം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ഈ കറി ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം, ശരിയാണ്. അല്ല, ഈ കറി രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ നല്ല അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കുവാണെങ്കിൽ പൊള്ളി ഐറ്റമാണ്. അങ്ങനെ ഇരുന്ന് പുളിയും എരിവും ഉപ്പും ഒക്കെ മീനങ്ങ് പിടിച്ച് ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഉള്ളിൽ ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയും കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് പൊതുവെ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുടെ ഒരു എന്താ പറയുക ഫേവറേറ്റ് പരിപാടിയാണ്. ഇറച്ചി മീൻ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ നാസ്ത എങ്ങനെ കഴിക്കും അല്ലേ? അപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളിയാണ്.